ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ പോസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, മുടി കൊഴിച്ചല്, അതുപോലെ മുടി വളരുന്നില്ല, സ്കാൾപ്പ് ഡ്രൈ ആവുന്നു, മുടിയുടെ കറുപ്പ് നിറം കുറയുന്നു, മുടി നരയ്ക്കുന്നു, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഒരു ഒരു ഹെയർ ടോണിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് എന്തുകൊണ്ടാണെന്നോ നമ്മൾ ഉണ്ടാക്കുന്നത് നെല്ലിക്ക കൊണ്ടാണ്. അപ്പം നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ അല്ലേ. നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത്, ഒരു നെല്ലിക്ക തന്നെ 81.2% ഈർപ്പമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മുടെ സ്കിന്നിന് എത്ര ഗുണം ചെയ്യുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലേ. അപ്പോൾ ഈർപ്പം നിലനിർത്തുന്നതുകൊണ്ട് നമ്മുടെ സ്കാൾപ്പിലെ ഡ്രൈനെസ് ഒക്കെ പോകുന്നതിനും, അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി കോളജന് പ്രൊഡക്ഷനെ സഹായിക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്, അതാണ് ഹെയർ ഫോളിക്കിൾസിൻ്റെ ഡാമേജ് ആണല്ലോ നമ്മുടെ മുടി വളരാതിരിക്കുന്നതിനും, മുടി പൊട്ടിപ്പോകുന്നതിനും, മുടിയുടെ ആരോഗ്യമില്ലാതിരിക്കുന്നതിനും എല്ലാത്തിനും കാരണം നമ്മുടെ മുടി വേരിഴകൾക്കുണ്ടാവുന്ന ഡാമേജാണ് അല്ലേ. മുടി പോയി കഴിഞ്ഞാൽ പുതിയ മുടി വരാനുള്ള താമസം, ഇതെല്ലാം ഈ ഫോളിക്കിളിൽ ഉണ്ടാവുന്ന ഡാമേജാണ്. അപ്പം നമുക്ക് ആവശ്യമായ കോളജൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനുള്ള വൈറ്റമിൻ സി അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഫോളിക്കിളിൽ, ഹെയർ ഫോളിക്കിളിൽ വരുന്ന ഡാമേജ് പോകുന്നതിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു 99% മുടിയുടെ പ്രശ്നങ്ങളും തീർന്നു. കാരണം നമ്മുടെ മുടി വേരുകൾക്ക് നല്ല ആരോഗ്യവും ബലവും കിട്ടും. അത് അനുസരിച്ച് അതിൽ നിന്ന് വരുന്ന മുടിക്കും അതിൻ്റേതായ കരുത്തും ആരോഗ്യവും അതിൻ്റേതായ കളറും എല്ലാം കിട്ടും. അതാണ് എടുത്ത് ഈ ഹെയർ ടോണിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഗുണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആൻറ്റി ബാക്ടീരിയൽ ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ. ആൻറ്റി ബാക്ടീരിയൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെബം, നമ്മുടെ നാച്ചുറലായിട്ടുള്ള സെബത്തിൻ്റെ ഉൽപ്പാദനം കുറയും. ഈ താരനുള്ളവർക്ക് അതാണ് ഡ്രൈ സ്കിന്ന് വരുന്നത്. അപ്പം നാച്ചുറലായിട്ടുള്ള സെബത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനും, അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലും എല്ലാം ആയതുകൊണ്ട് ഈ താരൻ, ചൊറിച്ചൽ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതിനൊരു പരിഹാരം, അങ്ങനെ ഒരു പരിഹാരമുണ്ട്. പിന്നെ നല്ല ഒന്നാന്തരം കണ്ടീഷണറാണ്. മുടി നല്ല, നമ്മളിപ്പോൾ കണ്ടീഷൻ ചെയ്ത പോലെ മുടി നന്നായിട്ട് ഈർപ്പമുള്ളത് കൊണ്ട് മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത പോലെ കിടക്കും. അതുപോലെ തന്നെ അകാല നിര തടയും, മുടിക്ക് കറുപ്പ് നിറം കിട്ടും. എല്ലാത്തിലുപരി മുടി പൊട്ടിപ്പോകുന്നുള്ള പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഞാൻ ഈ പറയുന്ന ഹെയർ ടോണിക്ക് നിങ്ങൾക്ക് പരിഹാരമാണ്. ഓക്കെ. പിന്നെ എടുത്തു പറയേണ്ട ഈ ടോണിക്ക് ഉപയോഗിച്ചുള്ള ഗുണം എന്താണെന്നോ, നമ്മുടെ സ്കാൾപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടും. അതും പിന്നെ മുടി വളരുന്നതിന് കേട്ടോ. മുടി ഇപ്പോൾ തീരെ വളരാതിരിക്കുന്നവർക്കൊക്കെ ഈ ടോണിക്ക് വെച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മുടിയൊക്കെ വളരുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ ടോണിക് കേട്ടോ. ഇനി ടോണിക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് പറഞ്ഞു തരട്ടെ. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. പച്ച നെല്ലിക്ക ഒരു 4 എണ്ണം എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അങ്ങ് അടിച്ചിട്ട് ജ്യൂസാക്കി അതിലേക്ക് നമുക്ക് ഒരു 4-5 തുള്ളി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് സ്കാൾപ്പിലെല്ലാം മസാജ്, ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മസാജ് ചെയ്യണം. വെറുതെ പറ്റിയ പോരാ. നന്നായിട്ട് സ്കാൾപ്പിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നീരുവീഴ്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇത് കഴുകിക്കളയണം. അപ്പോൾ ഇത് കണ്ടീഷണറും കൂടി ആയതുകൊണ്ട് മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇനി നിങ്ങൾക്ക് ഭയങ്കര എണ്ണമയമുള്ള മുടിയൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഷാമ്പു ഇടാട്ടോ. ലൈറ്റ് ഷാമ്പു ഇടുവോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നാച്ചുറൽ ഷാമ്പു ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ വെള്ളത്തിന് പകരം ഈ നെല്ലിക്ക ജ്യൂസിൽ നമുക്ക് പാല് ചേർക്കാം, അതുപോലെ തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ഒരു സ്പൂൺ പാലോ തേങ്ങാപ്പാലോ ഈ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്താലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ താരനൊക്കെ ഉള്ളവർക്ക് അത് വളരെ നല്ലതാണ്. ഡ്രൈ സ്കാൾപ്പ് ഉള്ളവർക്കൊക്കെ
ഈ തേങ്ങാപ്പാലും അല്ലെങ്കിൽ പാലും ഈ നെല്ലിക്ക ജ്യൂസും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് ഇരട്ടി ഗുണമാണ് അതിന് കിട്ടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് നിങ്ങളുടെ സൗകര്യം പോലെ, ഇപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളം, തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ, ഇനി വെറുതെ നമ്മുടെ കാച്ചാത്ത പാലാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഈ പാൽ ഉപയോഗിക്കുമ്പോൾ ഷാമ്പു ചെയ്യണം, അതായിരിക്കും കുറേ കൂടെ നല്ലത്. ലൈറ്റായിട്ടുള്ള ഷാമ്പുവോ അതല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു ഉപയോഗിക്കണം കേട്ടോ. ഇതാണ് ഹെയർ ടോണിക് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. പിന്നെ ഇനി ഇപ്പോൾ നെല്ലിക്ക നമുക്ക് എല്ലാ കാലത്തും, ഇപ്പം മിക്കവാറും എല്ലാ കാലത്തും നെല്ലിക്ക ഉണ്ട് കേട്ടോ. അപ്പം ഇനി അത് നിങ്ങൾ നല്ലോണം നെല്ലിക്ക വരുന്ന സമയത്ത് ഈ നെല്ലിക്ക വാങ്ങി അരിഞ്ഞ് പൊടിച്ച് നിങ്ങൾക്ക് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക എണ്ണ ആയുർവേദ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും, നെല്ലിക്ക പൊടി വാങ്ങാൻ കിട്ടും. അപ്പോൾ പൊടി നമ്മൾ വാങ്ങുന്നതിലും നല്ലത് നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇത് അരിഞ്ഞ് നല്ല വെയിലല്ലേ, വെയിലത്തിട്ട്, ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, വെയിൽ വരുമ്പോൾ വെയിലത്തിട്ട് ഉണക്കി നമുക്ക് ഇത് പൊടിച്ച് വെച്ചിരുന്ന ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് പൊടി വാങ്ങാം. അപ്പോൾ പൊടി വെച്ചും നമുക്ക് ഈ ടോണിക് ഉണ്ടാക്കാം കേട്ടോ. പൊടി വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ ഒരു ടേബിൾ സ്പൂൺ ഈ നെല്ലിക്ക പൗഡർ നമുക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്കാൾപ്പിലെല്ലാം തേച്ച് പിടിപ്പിച്ച് 5-10 മിനിറ്റ് മസാജ് ചെയ്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ പൊടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നെല്ലിക്ക ഒന്ന് അന്വേഷിച്ച് പോകണ്ട, ഇങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഡ്രൈ സ്കാൾപ്പുള്ളവർക്ക് നമുക്ക് ഈ വെള്ളത്തിന് പകരം ഓയിൽ ഒഴിക്കാം. ഏതെങ്കിലും കോക്കനട്ട് ഓയിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലെങ്കിൽ തീർച്ചയായിട്ടും 1 ടേബിൾ സ്പൂൺ ഈ പൗഡർ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, ഓയിൽ മീൻസ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഉപയോഗിക്കുന്ന നല്ലെണ്ണയോ ഒലിവ് ഓയിലോ നിങ്ങളിപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചാൽ മതി. ഇനി നിങ്ങൾ കാച്ചി എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇതുപോലെ തന്നെ നമുക്ക് സ്കാൾപ്പിലെല്ലാം തേച്ച് പിടിപ്പിച്ച് 1/4 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇത് നല്ല നമ്മുടെ ഹെയറിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും കേട്ടോ, എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു റെമഡിയാണ്. അപ്പോൾ നെല്ലിക്ക കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണക്കി പൊടിപ്പിച്ച് വെക്കുക. പിന്നെ നെല്ലിക്ക ജ്യൂസ് നല്ലത് ആമസോണിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മോൻ ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയും അതും നമുക്ക് ഇങ്ങനെ ഇതിനായിട്ട് ഉപയോഗിക്കാം. നല്ലതാണ്, അതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ആമസോണിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെല്ലിക്ക ജ്യൂസ്, പിന്നെ ഹെയർ ടോണർ, നിങ്ങൾക്ക് ടോണിക് എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ മുടിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ ഇത്ര എളുപ്പം ചെയ്യാവുന്ന കാര്യമല്ലേ, നിങ്ങൾക്ക് ചെയ്യാം. റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. എന്നെ വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്. ബൈ.